ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭരണഘടനയുടെ 370-35A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ രണ്ടാം റൌണ്ടിൽ. വാർത്തകൾ വിശദമായി. 2019 ഓഗസ്റ്റ് 5 ഭരണഘടനയുടെ 370-35A എന്നീ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിനു ശേഷം ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങളുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർ ശാക്തീകരിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2019 ഇതേ ദിവസം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സഫലമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മു കശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2019 ഓഗസ്റ്റ് 5 വരുത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. Honorable Deputy Chairman Sir, with your kind permission, I rise to move that the bill further to amend the Supreme Court Number of Judges Amendment Act 1956 as passed by Lok Sabha be taken into consideration. ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമകളുടെ വ്യാജ പതിപ്പിന്റെ വിതരണം തടയുന്നതിന് നിയമം ശക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ അനധികൃത ചിത്രീകരണവും പ്രദർശനവും തടയുന്നതിനായി 2023 സിനിമാറ്റോഗ്രാഫ് ഭേദഗതി നിയമത്തിൽ പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. 2021 ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങൾ പ്രകാരം കോടതി ഉത്തരവിലൂടെയോ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ നോട്ടീസിലൂടെയോ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ആ ഉള്ളടക്കങ്ങൾ ഉടനടി നീക്കം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ബാധ്യസ്ഥരാണെന്നും ശ്രീ മുരുകൻ സഭയെ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ആഗോള വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാജ്യത്ത് ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ സ്ഥിരത നിലനിർത്താൻ സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ലോക്സഭയിൽ അറിയിച്ചു. 41 ഭക്ഷ്യവസ്തുക്കളുടെ ദൈനംദിന വില സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം വിലയിരുത്താനും അതിനുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളാനും 7 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രധാന പോസ്റ്റ് ഓഫീസുകളിൽ പുതിയ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വിദേശകാര്യ മന്ത്രാലയവും തപാൽ വകുപ്പും തമ്മിൽ ധാരണയായതായി കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ നിലവിലില്ലാത്ത മണ്ഡലങ്ങളിലാണ് പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ അറിയിച്ചു.
നിയമ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പരാതികൾ പരിഹരിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഏകീകൃത സംവിധാനമായി ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ മാറിയതായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ ഉപഭോക്തൃകാര്യ സഹമന്ത്രി BL വർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1915 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്ക് 17 ഭാഷകളിൽ തങ്ങളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും CJPക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ കേസും പരിഗണിക്കാനായി മാറ്റി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം, 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് നേരിയ ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. കഴിഞ്ഞ 4 ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴ മാറി നിന്ന ദിനമാണ് ഇന്ന്. ആറന്മുള, തിരുവല്ല എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഏറെക്കുറെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 158 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,683 പേർ കഴിയുന്നുണ്ട്. ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾക്ക് ഭാഗികമായും നാശം സംഭവിച്ചിട്ടുണ്ട്. 43 വില്ലേജുകളെയാണ് മഴ നാശം വിതച്ചത്. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിലേക്ക് മുന്നേറി. അൻമോൾ ഖാർ, മാൻസി സിംഗ്, രക്ഷിത രാംരാജ്, അഷ്മിത ചാലിഹ, ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി വലിശെട്ടി എന്നിവരാണ് 2ാം റൌണ്ടിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ സോനാലി സിംഗ്, ഋത്തിക താക്കർ സഖ്യവും 2ാം റൌണ്ടിലേക്ക് കടന്നു. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ സംസ്ഥാനങ്ങൾ കൈക്കൊണ്ട നടപടികളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ന്യൂഡൽഹിയിൽ നടന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ മനുഷ്യ വന്യജീവി സംഘർഷ പോർട്ടലിന്റെ സഹായത്തോടെ ഡാറ്റ അധിഷ്ഠിത തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിരവധി ശുപാർശകളും മുന്നോട്ടുവച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സംരക്ഷണവും വിലയിരുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. പശ്ചിമേഷ്യയിലും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് യോഗം. നാവികർ ആദ്യം എന്ന കാഴ്ചപ്പാടിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഔദ്യോഗിക പരിപാടികൾക്കിടെ ലഭിച്ച തിരഞ്ഞെടുത്ത 300 സമ്മാനങ്ങൾ ഉപഹാർ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഇന്നു മുതൽ രാഷ്ട്രപതി ഭവൻ ലേലം ചെയ്യുന്നു. അടുത്ത മാസം 5 വരെ ലേലം തുടരുമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ubahar.rashtrapatibhavan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലേലത്തിൽ പങ്കെടുക്കാം. ലേലത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. ഒരു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ശ്രീലങ്കയിലെത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക, പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ തുടങ്ങിയവരുമായി ശ്രീ വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയുടെ 370-35A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി.
പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.